ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിരുന്നു. റെക്കോർഡ് ഓണാക്കണതിന് മുന്നേ ഇപ്പോൾ 10:39 നമ്മുടെ ട്രേഡ് ഫിനിഷ് ചെയ്തായിരുന്നു. ഇന്നത്തെ പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു 3800 ഫസ്റ്റ് ഒരു ട്രേഡ് എടുത്തിരുന്നു. അത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റായത് 10:22. ജസ്റ്റ് അതൊരു ചെറിയൊരു റിട്രേസ്മെൻറ്റ് പോലെ മേളിലേക്ക് വരുമ്പോൾ ഞാൻ പക്ഷേ നമ്മളുടെ പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ചെയ്യുമായിരുന്നു. നമ്മളുടെ ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടെ ഒന്ന് പറയാം. അപ്പോൾ കുറച്ചും കൂടെ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഇങ്ങനെ ഫോമായി. ഈ ഡബിൾ ടോപ്പ് ഫോമായി ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക് ഔട്ടിൽ ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് ഒരു 50 പോയിൻറ്റ്സ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു വച്ചിരുന്നത്. പക്ഷേ ആ ഒരു റിട്രേസ്മെൻറ്റ് ക്യാൻഡിലിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമായിരുന്നു. എക്സാക്ട്ലി ഈ ഒരു ക്യാൻഡിലിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ആ സെയിം ക്യാൻഡിലിൽ തന്നെ നെക്സ്റ്റ് ഞാൻ ട്രേഡ് എടുത്തു. അവിടെ താഴത്തേക്ക് വന്ന് ബ്രേക്ക് ഔട്ട് കിട്ടി. താഴത്തേക്ക് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത എൻട്രി എടുത്ത് 10:23, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് 10:22. ആ ഒരു ചെറിയൊരു ടൈമിൽ തന്നെ താഴത്തേക്ക് മാർക്കറ്റ് വന്നു. അത്യാവശ്യം നമ്മളുടെ നല്ലൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഈ ഒരു എക്സാക്റ്റ് പോയിന്റ് തന്നെയായിരുന്നു രണ്ടിലും നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഓവറോൾ ഒരു 3800 ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിപ്പ് ചെയ്യൽ, ഞാൻ ഇന്നലത്തെ വീഡിയോ എനിക്ക് ഇടാൻ പറ്റില്ല. ഞാൻ ഇതിൻ്റെ എൻഡിൽ ഇന്നലത്തെ വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ലോസാണ് ബുക്ക് ചെയ്ത് ഒന്ന് കണ്ടേക്കണേ. ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളുടെ ഒരു ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജസ്റ്റ് ഒരു ചെറിയൊരു ഡൗൺഫോൾ കിട്ടിക്കഴിഞ്ഞാൽ CPRനെയും അപ്സൈഡിലേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം റൈറ്റ് ചെറിയൊരു റിട്രേസ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രേഡിൽ എൻട്രി എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. കുറച്ച് നമ്മൾ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിലെ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ട്രേഡ് ഒന്ന് ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്യാതെ പോയാൽ പിന്നെ അതും സീനാണ്. അപ്പോഴത്തേക്ക് വരുന്നുണ്ട് മാർക്കറ്റ്. ഏതായാലും ഒരു കാര്യം ചെയ്യാം, അവിടെ നിന്നൊരു റിജക്ഷൻ കാണിക്കണം. നമുക്കിവിടെ നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ട്രേഡേഴ്സ് 60-100 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. ജസ്റ്റ് ആ ഒരു റിട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാതെ ഇപ്പോൾ ചെറിയൊരു ലോസ് കാണിക്കുന്നുണ്ട്. ഒരു 135 റേഞ്ചിലായിരുന്നു നമുക്ക് എൻട്രി മാർക്കറ്റിൽ എടുക്കേണ്ടത്. പക്ഷേ ഞാനൊരു 160, 155, 60 റേഞ്ചിലാണ് മാർക്കറ്റിൽ നമ്മളുടെ എൻട്രി എടുത്തത്. ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. 140, 142. ഓക്കെ, നമ്മുടെ ലൈനിൽ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാതെ അവിടെ നിന്നൊരു റിജക്ഷൻ കാണിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ മാർക്കറ്റിൽ എൻട്രി എടുത്തത്. കുഴപ്പമില്ല. ഓവറോൾ ഒരു 60-100 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്ത് 90 ക്വാണ്ടിറ്റി. ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് 781.93 ആണ് കിട്ടിയത്. 776.55 ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. റൈറ്റ്, എനിവേസ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അഗെയിൻ ഗ്രീനിലേക്ക് വരുന്നുണ്ട്. ഏതായാലും നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ നമ്മളുടെ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റുമാണ്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ അങ്ങനെ ഓവറോൾ ഒരു 120 ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു ലൈനിൽ റീടെസ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഒരു ക്വാണ്ടിറ്റിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തത്. സോ നമുക്കിപ്പോൾ ഒരു ആവറേജ് ബൈയിങ് പ്രൈസ് ഒരു ഇച്ചിരിയും കൂടെ താഴത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ റിജക്ഷൻ ചെയ്യാതെ മേളിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഏതായാലും കുഴപ്പമില്ല. നമ്മളുടെ ടാർഗറ്റ് ഏതായാലും ഈ ഒരു പോർഷനിലായിരിക്കും നമ്മളുടെ ടാർഗറ്റ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് ജസ്റ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ, എക്സാക്ട്ലി ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കുക. ഇനിയിപ്പം മാർക്കറ്റിൽ എന്താണ് റിയാക്ഷൻ, മാർക്കറ്റ് എങ്ങനെയാണ്, റിജക്ഷൻ ആണോ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണോ എന്നറിയത്തില്ല. സോ മാർക്കറ്റ് ഇവിടുന്ന് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ എന്താണ് മാർക്കറ്റിൻ്റെ ഇവിടുന്നുള്ളൊരു ബിഹേവിയർ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 1000 rupees, 1300 rupeesൻ്റെ അടുപ്പിച്ച് ഇപ്പോൾ ലോസ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ റീടെസ്റ്റിംഗ് ലൈനെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എൻട്രി പോയിൻറ്റിനെയും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇവിടുന്ന് എനിക്കിപ്പോഴും നല്ലൊരു കൺവിക്ഷൻ ഉള്ളത് ഇവിടുന്ന് കണ്ടിന്യൂസ്ലി മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നാണ്. ഒരു നല്ലൊരു പോയിൻറ്റിൻ്റെ ഒരു മൊമെൻറ്റം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണം. വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടീവായിരിക്കും. പിന്നെ ഒരു 35% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് മാർക്കറ്റ് കാണുന്നതെന്നാണ് നോട്ടിഫിക്കേഷനിലൊക്കെ കാണിക്കുന്നത്. സോ പ്ലീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണം.
നിങ്ങൾക്ക് യൂസ്ഫുൾ ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഈ ഒരു ചാനൽ കൊണ്ട് എന്തെങ്കിലും പഠിക്കാൻ സാധിക്കുന്നുണ്ട്, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ട്, ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം മതി. അല്ല നിങ്ങളുടെ സമയവും വെറുതെ ചെയ്യണ്ട, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ചെയ്യണ്ട. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു ചെറിയൊരു യൂസ്ഫുള്ളെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണം. സോ ഇപ്പോൾ ഏതായാലും അത്യാവശ്യം റിജക്ഷൻ കാണിക്കുന്നുണ്ട് നമ്മളുടെ ആ ഒരു പോർഷനിൽ നിന്ന്. അത്യാവശ്യം അവിടുന്ന് തന്നെ ഒരു റിജക്ഷൻ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ വീഡിയോ ആയി പോകേണ്ട, ഒരു 1000 റുപ്പീസ് അടുപ്പിച്ച് ലോസ് കാണിച്ചിരുന്നതാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെറിയൊരു ഗ്രീനിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കോസ്റ്റിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ട്രേഡേഴ്സ് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റ് അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ട് അടുത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ടാർഗറ്റ് എന്താ ബുക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കരുത്. നമ്മളുടെ ടാർഗറ്റിൻ്റെ അവിടെ സ്പോട്ട് വൈസ് നമ്മളുടെ ടാർഗറ്റ് എത്തിയിരുന്നെങ്കിലും പ്രീമിയം വൈസ് സ്റ്റിൽ നമ്മുടെ ടാർഗറ്റ് ഒരു 10-12 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് പെൻഡിങ് ആയിരുന്നു. അതായിരുന്നു ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്യായിരുന്നു. സ്പോട്ട് വൈസ് ആയിരുന്നെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ആവുന്നത് നിങ്ങൾ കണ്ടതാണ്. പക്ഷേ അവിടുന്ന് എക്സാക്ട്ലി നമ്മളുടെ ടാർഗറ്റ് ഏരിയയുടെ അവിടുന്ന് മാർക്കറ്റ് തിരിഞ്ഞ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിലേക്ക് എത്തുമായിരുന്നു. റൈറ്റ്, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് 800 ട്രേഡേഴ്സ്. ഈ ഒരു ട്രേഡിൽ നിന്ന് ഞാൻ ഓവറോൾ ഒരു 3000 പ്ലസിൻ്റെ 3800 ലോസ് ബുക്ക് ചെയ്തു. എനിവേയ്സ് ഇറ്റ്സ് ഓക്കെ, പാർട്ട് ഓഫ് എ ഗെയിം, ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ഓർഡർ ബുക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. ദാറ്റ്സ് ഇറ്റ്, താങ്ക് യു.